സ്വാലിഹത്തായ എണ്ണകൾ അടുക്കാൻ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അമൽ, ചെയ്തവർക്കെല്ലാം റിസൾട്ട് ലഭിച്ച ഒരു അത്ഭുതക്കളം, ദാമ്പത്യ ജീവിതത്തിൽ ഹൈറുണ്ടാവാൻ, പിണക്ക വിഷയങ്ങളിൽ നിന്ന് വലിയ മുക്തത ഉണ്ടാവാൻ ഈ അമൽ ഒന്ന് ചെയ്തു നോക്ക്. നിന്റെ തടസ്സങ്ങൾ മാറി മുഖക്കെട്ട് നീങ്ങി ഒരു ഹൈറായി ഇണയെ അടുക്കുക തന്നെ ചെയ്യും. ഇത് ആർക്കാണെങ്കിലും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഒരു അമലാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം സഹോദരന്മാർ, സഹോദരിമാർ, ഉമ്മമാർ, ചെറുപ്പക്കാർ സങ്കടം പറഞ്ഞ ഒരു വിഷയമാണ്. ഇണകളെ ലഭിക്കുന്നില്ല, വിവാഹം അടുത്ത് കിട്ടുന്നില്ല. മക്കളുടെ കാര്യമായാലും സ്വയം കാര്യമായാലും സങ്കടം പറയുന്നവർ, സമീപിക്കുന്നവരുണ്ട്. എൻ്റെ മകൻക്ക് ഒരു ഹൈറായി ഇണയെ കിട്ടാൻ, എൻ്റെ മകൾക്ക് ഒരു ഹൈറായി ഇണയെ കിട്ടാൻ. തങ്ങളെ, എനിക്ക് 30-35 വയസ്സായി, വയസ്സുകൂടി, ഒരു ഇണയെ ലഭിക്കുന്നില്ല. ഇന്ന് ചെറുപ്പക്കാർ വലിയ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു പ്രശ്നം. വിവാഹ ബന്ധങ്ങൾ അടുത്ത് കിട്ടുന്നില്ല എന്നൊരു ബുദ്ധിമുട്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു പരിഹാരമാണ്. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും, എന്ത് തടസ്സം ഉണ്ടെങ്കിലും, എന്ത് മുഖക്കെട്ടാണെങ്കിലും അതൊക്കെ നീങ്ങി ഹൈറായി ഇണകൾ അടുത്ത് കിട്ടാൻ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കളത്തെയാണ് പരിചയപ്പെടുന്നത്. അതുമാത്രമല്ല, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ടൊരു അമലുമാണ്, ദിക്റുകളുമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ അമലിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപ്രകാരം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട്, മഹത്വമാക്കപ്പെട്ട ദിക്റുകളുടെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഒരു സ്വാലിഹായ അല്ലെങ്കിൽ സ്വാലിഹത്തായ ഇണകളെ അടുത്ത് കിട്ടുക തന്നെ ചെയ്യും. അതിൽ പ്രയാസപ്പെടണ്ട, അതിൽ ബുദ്ധിമുട്ടണ്ട. ഒരു സഹോദരൻ എനിക്ക് വിളിച്ചിട്ട് പറയാണ്, തങ്ങളെ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിവാഹമില്ലേ എന്ന് പൊട്ടിക്കരഞ്ഞ് പറയുന്നവർ, അതിൽ പറയാൻ മടിയുള്ള ആളുകൾ, വലിയ ബുദ്ധിമുട്ട് കരുതുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊന്നും വിഷമിക്കണ്ട. 2 പ്രാവശ്യം 3 പ്രാവശ്യം ലീവിന് വന്നു, തെരഞ്ഞു കിട്ടിയില്ല. പിന്നെ 4ാമത്തെ പ്രാവശ്യം, തങ്ങളെ, ഞാൻ ഈ അമല്, നിങ്ങൾ പറഞ്ഞ അമല് ഞാൻ ചെയ്തു. എനിക്ക് വിളിച്ചൊരു സഹോദരന്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു വിവരമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എനിക്ക് വിളിച്ചു, 4ാമത്തെ പ്രാവശ്യം വിളിച്ചു, ഞാൻ ഈ അമല് പറഞ്ഞു കൊടുക്കുകയും അൽഹംദുലില്ലാഹ് റാഹത്തായ ഒരു ഇണ അടുത്ത് കിട്ടി. നിക്കാഹ് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു മടങ്ങി. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. തടസ്സമുള്ള ആളുകളുടെ തടസ്സം നീങ്ങി ഇണ അടുത്ത് കിട്ടും. ഇൻഷാ അല്ലാഹ് കൂടുതൽ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അത് പറയുന്നതിന് മുമ്പ്, അമല് പറയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിൽ കാണാനുള്ള അവസരം, ഇതെപ്പോഴും പറയാനുള്ള കാരണം, ബുക്ക് ചെയ്യാതെ, കാര്യങ്ങൾ അന്വേഷിക്കാതെ വരുന്ന ആളുകളുണ്ട്. അവർ പ്രയാസപ്പെടരുത്, ബുദ്ധിമുട്ടാവരുത് എന്നുള്ള നിലക്കാണ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ ഈ വിഷയം സൂചിപ്പിക്കുന്നത്. ഇനി നേരിൽ കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടുള്ളത്. ഒരാഴ്ച മുമ്പെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കാം. കാരണം കുറേ ബുക്കിംഗ് ആവുന്ന സമയത്ത്, കുറേ ബുക്കിംഗ് ആവുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസത്തേക്ക് നമ്മൾ ക്ലോസ് ചെയ്യാറുണ്ട്. മറ്റുള്ള ആഴ്ചകളിലേക്ക് എടുക്കാറുള്ളൂ. അതുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ സകല പ്രയാസങ്ങളും, എല്ലാവിധ ബുദ്ധിമുട്ടുകളും, ബലാഹകളും അള്ളാഹുവിനെ തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അപൂർത്തി ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഇത്തരം തടസ്സങ്ങളിൽ നിന്ന് വലിയ മോചനം, വലിയ മുക്തത ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. സ്വാലിഹത്തായ ഇണകൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ അടുപ്പിച്ച് നൽകണം അല്ലാഹ്. ആരൊക്കെയാണോ ഈ അമലിനെ സ്വീകരിക്കുന്നവർ, ചെയ്യാൻ തയ്യാറുള്ളവർ, അല്ലാഹുവേ ഹൈറായ ഇണ നീ അടുപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. മരിച്ചു പിരിയുന്ന ബന്ധമാക്കണ റബ്ബേ, മരിച്ചു പിരിയുന്ന ബന്ധമാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ അമല് ചെയ്യേണ്ടത് 21 ദിവസമാണ്. ദിവസം കേൾക്കുമ്പോൾ നിങ്ങൾ ബേജാറാവണ്ട. നമുക്കൊരു ഇണ കിട്ടലാണ് നമ്മുടെ മുഖ്യ വിഷയം, അല്ലേ? നമ്മളെ മകൻക്ക് അല്ലെങ്കിൽ മകൾക്ക് ഒരു ഇണ ലഭിക്കലാണ്, അല്ലെങ്കിൽ സ്വയം ചെയ്യുന്ന ആളുകൾ അവർക്കൊരു സ്വാലിഹത്തായ ഇണ ലഭിക്കലാണ് നമ്മുടെ വിഷയം. അപ്പൊ 21 ദിവസം നമ്മളോട് മാറ്റിവെച്ചാൽ നമ്മളെ തടസ്സം മാറി ഈ കാര്യം അടുത്ത് കിട്ടുന്ന മുത്തുമിനിങ്ങളെ. അതുകൊണ്ട് ഒരു 21 ദിവസം നിങ്ങൾ മാറ്റിവെക്കാം. എന്നും സുബഹിന്റെ ശേഷം അല്ലെങ്കിൽ മഗ്‌രിബിന്റെ ശേഷം ഈ 2 സമയം നമുക്ക് തിരഞ്ഞെടുക്കാം. വുളു എടുത്ത് 2 റക്അത്ത് ഖളാഉൽ ഹാജത്ത്
ആവശ്യ നിർവഹണത്തിന്റെ 2 റക്അത്ത് നിസ്കാരം നിസ്കരിച്ച്, സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് ആ ഒരു വിരിപ്പിലിരുന്ന്, ആ ഒരു മുസല്ലയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെള്ള പേപ്പർ എടുക്കുക. വെള്ള പേപ്പർ എടുത്തുകൊണ്ട് കറുത്ത മഷി എടുത്തിട്ട് ഈ ഒരു കളം, ഞാൻ ഈ കൊടുക്കുന്ന ഈ ഒരു കളത്തെ വരക്കുക. ഖാത്തും സുലൈമാൻ ആദ്യം വരച്ച് എഴുതി, പിന്നെ ഇൻഷാ അല്ലാഹ് ഈ ഒരു കളത്തെ വരച്ച് അത് മടക്കി നല്ല വൃത്തിയായി മടക്കി കയ്യിൽ സൂക്ഷിക്കാം. കയ്യിൽ പറയുമ്പോൾ പേസിലാവാം, ഫോണിന്റെ പൗച്ചിന്റെ, ഇപ്പോൾ ഫോണാണല്ലോ നമ്മൾ സുലഭമായി ഉപയോഗിക്കുന്നത്, അപ്പോൾ ഫോണിന്റെ പൗച്ചിന്റെ അടിയിലാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളെ സെൽഫിൽ വസ്ത്രത്തിന്റെ ഉള്ളിൽ, വിയർപ്പ് തട്ടിയ വസ്ത്രത്തിന്റെ ഉള്ളിലാവാം. ഈ 3 സ്ഥലങ്ങളിലാവാം. എന്നിട്ട് ഈ കളത്തെ വരച്ച് സൂക്ഷിച്ചതിന് ശേഷം ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് സുബീന്റെ ആ ദിവസം തന്നെ ഒറ്റ ദിവസം ഈ കളം വരച്ചാൽ മതി, ആദ്യത്തെ ദിവസം. പിന്നീട് എന്നും ഒരു 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് കൈകളിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിച്ച് ശരീരം മൊത്തം തടവിയെടുക്കാം. പിന്നീട് നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ യാസീൻ, ബദർ ശുഹദാക്കളുടെ പേരിൽ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യാം. പിന്നെ നിങ്ങൾ ഓതേണ്ടത്, പുരുഷന്മാരാണെങ്കിൽ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യാം, സ്ത്രീകളാണെങ്കിൽ സൂറത്തു ത്വാഹയെ പാരായണം ചെയ്യാം. പിന്നീട് ഈ ഒരു ദിക്ർ, ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ദിക്ർ എല്ലാവർക്കും ഞാൻ പകർന്നു കൊടുക്കുന്ന ദിക്റാണ്. ധാരാളം ആളുകൾക്ക് വലിയ അത്ഭുതം ലഭിച്ച ദിക്റാണ്. ഞാൻ പറഞ്ഞില്ല ഒരു അനുഭവം, ആ അനുഭവം പറഞ്ഞ ആ ഒരു സഹോദരൻക്കും ഈ ഒരു അമലാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഈ ഒരു ദിക്ർ ഈ 21 ദിവസം 1200 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലണം. ആ മുസല്ലിൽ ഇരുന്നുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും നമ്മുടെ മുന്നിലുള്ളത് ഒരു സ്വാലിഹായ അല്ലെങ്കിൽ സ്വാലിഹത്തായ ഒരു ഇണയാണ്, ഒരു കുടുംബ ജീവിതമാണ്, മരിച്ചു പിരിയുന്ന ഒരു ബന്ധമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ദിക്ർ 1200 പ്രാവശ്യം ചൊല്ലാം. യാ ബദിയൽ അജാഇബി ബിൽ ഖൈരി യാ ബദിയ എന്ന ഈ ഒരു ദിക്ർ 1200 പ്രാവശ്യം ചൊല്ലി പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാം. ആ വലിയ വിഷമത്തിലാണ്. എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ കല്യാണം കഴിഞ്ഞ് അവർക്കൊക്കെ റാഹത്തായി ഒരു ഇണയെ ലഭിച്ചു. അല്ലാഹുവേ, എനിക്കും റാഹത്തായ ഒരു ഇണയെ അല്ലാഹുവേ നീ നൽകണേ റബ്ബേ, നീ നൽകണേ തമ്പുരാൻ, എൻ്റെ മകൻക്ക് അല്ലെങ്കിൽ മകൾക്ക് ഒരു ഇണ നീ കൊടുക്കണം അല്ലാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാം. റബ്ബിന്റെ മുന്നിൽ തേടിന് മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ട്, ഈ ദിക്റുകളെ കൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മുറാദ് അല്ലാഹു ഹാസിലാക്കി തരും, ആ ഒരു ഉദ്ദേശം അല്ലാഹു നടത്തി തരും. ഇണയെ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇങ്ങനെയുള്ള ധാരാളം അമലുകൾ നമ്മൾ മജ്‌ലിസിൽ പറയാറുണ്ട്. ഏറ്റെടുക്കുന്നവരുണ്ട്, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട്. ഈ ഒരു അമലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം. ഇട്ടായി എന്ന് എന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ലൈക്ക് ചെയ്യാം. കമന്റ് ബോക്സിൽ അൽഹംദുലില്ലാ തങ്ങളെ ഞാൻ ഈ അമൽ സ്വീകരിക്കട്ടെ എന്നൊരു സമ്മതം ചോദിക്കുക. മറ്റുള്ള ആളുകളിലേക്ക്, ഇത്രം പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് അയച്ചു കൊടുക്കുക, ഗ്രൂപ്പുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവരും ചെയ്യട്ടെ. നമ്മളെ ഫാത്തിമാന്റെ മോന് അല്ലെങ്കിൽ ഖദീജാന്റെ മോള് ഇത്രം പ്രയാസത്തിലാണല്ലോ, അവർക്ക് അയച്ചു കൊടുക്കുക. അവരിത് ചൊല്ലട്ടെ, റാഹത്താവട്ടെ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള മജ്‌ലിസുകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആ നമ്പറിൽ മെസ്സേജ് അയക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.